ബൈബിൾ ക്ലാസ്സിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. വളരെ ഉത്സാഹത്തോടെ ആഗ്രഹത്തോടെ നിങ്ങൾ പങ്കെടുക്കുന്ന, നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ വിലയേറിയതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഡോക്ടർ ജോർജ് വർഗീസ് ഫ്രം ഡാലസ് ആണ് എടുക്കുന്നത്. ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകളൊക്കെ വളരെ അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പേര് മെസ്സേജുകളും ഒക്കെ അയക്കാറുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിൽ ശക്തമായി ഉപയോഗിപ്പാൻ ദൈവാത്മാവ് സഹായിക്കേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ആയിരിക്കുന്ന സിസ്റ്റർ എലിസബത്ത് വർഗീസ് ആന്റി പ്രാർത്ഥിച്ചാണ്. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ ഈ അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ക്ലാസ്സുകൾക്കായി, ഞങ്ങളെ പഠിപ്പിക്കുവാനായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന അധ്യാപകർക്കായി ഒക്കെ നന്ദി പറയുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാരെയും കർത്തദാസന്മാരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് കേൾക്കുന്ന വചനങ്ങളൊക്കെ നന്നായി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ബുദ്ധിയോട് കൂടെ ഇരിക്കുമാറാകണമേ. ഉയരത്തിലെ ജ്ഞാനത്താൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രവൃത്തി പദങ്ങളിൽ കൊണ്ടുവരുവാൻ, അനേക ജീവിതങ്ങളെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ ഇത് ഞങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാത്രം പ്രയോജനത്തിനല്ല കർത്താവെ, അനേകരുടെ പ്രയോജനത്തിന്, അനേകരെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാൻ ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്തദാസനായ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദാസനെയും അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവിടെ കർത്താവിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കാൽ സ്തോത്രം. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഫ്രം ഡാലസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയ ലാലു പാസ്റ്റർ, മറ്റ് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ ദേവദാസന്മാര് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്നും ഇതിൻ്റെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനാണ് നാം പഠിക്കുന്നത്. നാം പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകളെ കർത്താവിലേക്ക് നയിക്കുവാൻ കൊണ്ടും നമുക്ക് അതിനുള്ള ഒരു പ്രേരണയും അതിനുള്ളതായ ക്രമീകരണവും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്. ഞാൻ ഒന്ന് രണ്ട് സ്ലൈഡുകൾ പറഞ്ഞതിന് ശേഷം പിന്നീട് വേദപഠനത്തിന്റെ മാതൃക എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. അവർ എന്ന് പറഞ്ഞാൽ ബെറോവയിലുള്ളതായ ദൈവമക്കൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ഇംഗ്ലീഷിൽ അത് ഫെയർ മൈൻഡഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫെയർ മൈൻഡഡ്, വളരെ നോബിളായിട്ടുള്ള ആളുകൾ. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ എന്ന് പറഞ്ഞാൽ കൈക്കൊണ്ടത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്യമാണ്. നമ്മുടെ ദൈവത്തിന്റെ വചനം അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും മറ്റുള്ള ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് അവർ കേട്ടു,
അതിൽ തൃപ്തിപ്പെട്ട് അങ്ങ് പോവുക മാത്രമല്ല, അവർക്ക് നമ്മുടെ കൂട്ട് ഉള്ളതായ പഠന സംവിധാനങ്ങളൊന്നുമില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർച്ച്മെന്റ് കൊണ്ടുള്ളതായ സ്ക്രോളുകൾ മാത്രമേ ഉള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ സിനഗോഗിലെല്ലാം പോകണം. ഇത് കേട്ടത് അവിടെ വെച്ച് അത് തൃപ്തിപ്പെടാതെ വണ്ണം അവരവിടെ പോയിട്ട് ഈ തിരുവഴുത്തുകൾ അത് തന്നെയാണോ എന്ന് ദിനംപ്രതി, വല്ലപ്പോഴും അല്ല, ദിനംപ്രതി ശോധന ചെയ്തെന്ന് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച് ഒരു ക്രെഡൻഷ്യൽസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ രണ്ടാമത്തെ 1 തെസ്സലോനിക്ക 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച വചനം തെസ്സലോനിക്കയിലുള്ള ആളുകൾ അത് കേട്ട് അത് മനുഷ്യന്റെ ആലോചനയല്ല, അത് സാക്ഷാൽ ദൈവത്തിന്റെ തന്നെ ആലോചനയാണ് എന്ന് അവർ ഉറപ്പുവരുത്തി. അങ്ങനെയുള്ള അങ്ങനെയുള്ള തെസ്സലോനിക്ക സഭയെക്കാളും ബെറോവയിലുള്ളതായ വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒക്കെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്തുമാത്രമാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഒന്ന് വിലയിരുത്തിയാൽ ഏത് നിലയിൽ കർത്താവ് വിലയിരുത്തുമെന്ന് ഒന്ന് സെൽഫ് ഇവാലുവേഷൻ, സ്വയശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ചില അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാല് enlist the people you want to share the gospel. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞതാണ്. സുവിശേഷം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ്, ഒരു പട്ടിക ഉണ്ടാക്കണം. ഓക്കെ, അത് നമുക്ക് നിറവേറ്റാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കർത്താവിലേക്ക് നയിക്കാനുള്ള, അത് നിങ്ങൾക്ക് താല്പര്യം, നല്ല താല്പര്യമായിരിക്കും. കർത്താവ് ഭൂമിയിലുള്ള എല്ലാവരും ഞാൻ പ്രാർത്ഥിക്കാറില്ല. എൻ്റെ പ്രാർത്ഥന വളരെ സ്പെസിഫിക് ആയിരിക്കും. അപ്പം ഇത്ര പേര് കർത്താവിലേക്ക് നയിക്കുവാൻ നമ്മുടെ കഴിവിന്റെ അനുസരിച്ച്, ഓക്കെ, പ്രേ ഫോർ ഈച്ച് ഓഫ് ദീസ് ഇൻഡിവിജ്വൽസ് ഡെയിലി. ഓരോ ദിവസവും ഈ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അത് കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയല്ല. കർത്താവ് അവരുടെ ഫാമിലിയിൽ, അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ഉണ്ടെങ്കിൽ അവരുടെ പേര് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അവരുടെ ജീവിതത്തിൽ യേശുവിനെ വ്യക്തിപരമായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് മുഖാന്തരം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മൾക്ക് തന്നെ ചെയ്യുവാൻ ഒത്തില്ലെങ്കിലും കർത്താവെ അവിടുത്തെ ദാസിദാസന്മാരെ അവരുടെ പാതയിലേക്ക് അയച്ച് അവർ കർത്താവിലേക്ക് വരുവാൻ കൊണ്ട് ഒരു മുഖാന്തരം ഒരുക്കണമേ. പിന്നെ ദൈവത്തോട് പറയാനായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം, എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണം. അതിനുവേണ്ടി ഒരു മുഖാന്തരം ഒരുക്കണം. 3, നഷ്ടപ്പെട്ട ആളുകളോട് സുവിശേഷം പറയുവാനുള്ള ഒരു ആവേശം ഉണ്ടാകുവാൻ ദിവസവും പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഒരു പ്രധാനപ്പെട്ട അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ദിവസവും പ്രാർത്ഥിക്കണം. ആവശ്യമില്ലെങ്കിൽ കർത്താവെ, ഇല്ലാത്ത ആവശ്യമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആവശ്യം ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഒരു ക്രിസ്തീയ സഭയുടെ ഒരു പരിതാപകരമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ലോകത്തിന്റെ ഒരു ചട്ടപ്രകാരം ഈ 2 പേര് വിവാഹം കഴിച്ച ഭാര്യാഭർത്താക്കന്മാര് അവർക്ക് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവർക്കും ഉണ്ടാകും, മാതാപിതാക്കന്മാർക്കും ഉണ്ടാകും. കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എങ്കിൽ അവര് 3-4 വർഷം കഴിയുന്നുണ്ടെ പിന്നീട് വണ്ടടിക്കുക, ഏതാണ്ട് ശാരീരികമായിട്ടുള്ള കുഴപ്പമുണ്ട്, അന്വേഷണം നടത്തുന്നത് സാധാരണ ഉണ്ടാകുന്ന സംഗതിയാണ്. കുഴപ്പമുണ്ട് ഉള്ള സംഗതിയല്ല. ഈ 5, 8, 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുണ്ടാകുന്നില്ലെങ്കിൽ ഈ നമ്മളെ കർത്താവ് ക്രിസ്തുവിലേക്ക് ജനിപ്പിച്ചതിന് ശേഷം യേശുവിന് ഒരു പ്രതീക്ഷയുണ്ട്. അത് നമ്മൾ തന്നെ ആടുകളാണ് ആടുകളെ പ്രസവിക്കുന്നത്. അത് പ്രസവിക്കുന്നില്ല എങ്കിൽ ഈ ദൈവമക്കൾക്ക് ഇതിനുള്ളതായ താല്പര്യക്കുറവാണോ, അതിനുള്ളതായ അറിവില്ലാത്തതാണോ, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ പഠന മുഖാന്തരം, ഞാൻ പറഞ്ഞത്, ഈ പഠന മുഖാന്തരം ചില ആളുകളെ കർത്താവിലേക്ക് നയിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞത് വലിയ ഒരു അച്ചീവബിൾ ഗോളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഈ 6 മാസത്തിനുള്ളിൽ ഒരാളെയെങ്കിലും, ഒരാളുടെ മാത്രം സുവിശേഷം പഠനമെന്നല്ല പറഞ്ഞേ, ഒരാളെയെങ്കിലും നമ്മൾ യേശുവിലേക്ക് നയിക്കുവാൻ കൊണ്ണം ഇടയാകണം. അതൊരു അച്ചീവബിൾ ഗോളാണ്. 6 മാസം കൊണ്ട് ഒരാളെങ്കിലും എൻ്റെ
ദൗത്യ മുഖാന്തരം, എൻ്റെ ഉദ്യമ മുഖാന്തരം യേശുവിലേക്ക് നയിക്കുവാൻ കണ്ണുവഴിയാകണം. കർത്താവെ അതിന് എന്നെ സാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്നതായ കർത്താവാണ്. ഓക്കെ, അപ്പം എൻ്റെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ടു എക്വിപ്പ് ആൻഡ് എനർജൈസ് ഈച്ച് സ്റ്റുഡൻറ് ടു ഷെയർ ദി ഗോസ്പൽ ആൻഡ് ടു ലീഡ് അറ്റ്ലീസ്റ്റ് 1 person ടു സാൽവേഷൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ. അത് കർത്താവ് നമുക്ക് അതിനു വേണ്ടി സാവകാശം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. യേശു കമ്മീഷൻ കൊടുക്കാനുള്ളതിന്റെ കാര്യം, അല്ലെങ്കിൽ മഹത്തായ നിയോഗം, മലയാളത്തിൽ എങ്ങനെയാണ് അതിലുള്ളതായ വാക്കെന്ന് എനിക്ക്, ഗ്രേറ്റ് കമ്മീഷൻ ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നതിന് കാരണം നമ്മോട് കൂടെ പ്രവർത്തിക്കുവാൻ്റെ കൊണ്ടും യേശു പോയതിനു ശേഷം എനിക്കൊരു കാര്യസ്ഥ, എനിക്ക് പരസ്യമായിട്ട് പാരക്ലൈറ്റോസ്, എനിക്ക് പകരമായിട്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ഈ ശിഷ്യന്മാരിലേക്കാണ്. 12 അപ്പോസ്തലന്മാരെ മാത്രമല്ല, എല്ലാവർക്കും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന എല്ലാ ആളുകളും നമ്മൾ മിഷണറിമാരാണ് എന്ന് വേണം നമുക്കറിയണം. മിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone who is sent. അപ്പോസ്റ്റൽ എന്നുള്ളത് അതേ വാക്കിന്റെ അർത്ഥം തന്നെയാണ്, അയക്കപ്പെട്ടവനാണ്. ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും മിഷണറിമാരാണ്. അപ്പൊ യേശു പോകുന്ന സന്ദർഭത്തിൽ തന്റെ അന്തിമ അഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുവിശേഷത്തിന്റെ ദൗത്യം മറ്റുള്ള ആളുകൾ നിവർത്തിക്കണം. തൻ്റെ അനുകാരികളായിട്ടുള്ള ആളുകൾ, എൻ്റെ ഭാഷ ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത സന്ദർഭത്തിൽ ചിലപ്പോൾ കുഴപ്പമില്ല. വി ആർ ഒബ്ലൈഗ്ഡ് ടു ഒബേ ഹിസ് മാൻഡേറ്റ്. എന്ത് വില കൊടുത്തും ആ നിയോഗം നിവർത്തിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാം ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് വിളിക്കുന്ന ആർക്കും കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ കഴിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കുന്നില്ല എങ്കിൽ, യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം, അവൻ കള്ളനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നു പറയുക, എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്ന കള്ളനാണെന്ന് ഞാൻ പറഞ്ഞതല്ല, യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു ടൈറ്റിലിന് നമുക്ക് വരാനിട വരുന്നത്. ഓക്കെ, യോഹന്നാൻ 14:15 പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്ന് പറഞ്ഞാൽ കൽപ്പനകളെ അനുസരിക്കും. അപ്പൊ നമ്മുടെ കർത്താവിന്റെ കൽപ്പന പാലിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ഓക്കെ, യേശു നൽകിയ ലോക സുവിശേഷീകരണത്തിലുള്ളതായ ഈ മഹാനിയോഗം അഥവാ ഗ്രേറ്റ് കമ്മീഷൻ ഒരു നിർദ്ദേശമായിട്ടല്ല, നിങ്ങൾ കഴിവ് ശ്രമിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്. അതൊരു അഭിപ്രായമല്ല, അത് എൻ്റെ ഒരു അഭിപ്രായമാണെന്നല്ല പറഞ്ഞേക്കുന്നത്. അത് അനിവാര്യമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, എന്ന് പറഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തതായ ഒരു കൽപ്പനയായിട്ടാണ്. രാജാവിന്റെ കാലയളവ് ജീവിച്ചിരുന്ന ആൾക്കാർ രാജകൽപ്പന വന്നു കഴിഞ്ഞാൽ രാജകൽപ്പന പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഈ കൽപ്പന തന്നത് സ്വർഗത്തിലും ഭൂമിക്കുമുള്ളതായ സകല അധികാരവും പ്രാപിച്ചതായ യേശു പറഞ്ഞതാണ്. ഈ കൽപ്പന കൊടുക്കുന്നതിന് മുമ്പേ യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതായ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പോയി സുവിശേഷം പറയണമെന്ന് പറഞ്ഞിരുന്നത്. അത് നിറവേറ്റുവാൻ യേശുവിനെ സ്നേഹിക്കുന്ന ഏവരും ബാധ്യസ്ഥരാണ്. നാം വീണ്ടും ഞാനിത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട സംഗതി അതിന് ഇമ്പോർട്ടൻസിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, യേശുവിന്റെ പിൻഗാമികളായ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരുടെ കാലയളവിൽ അത് നിറവേറ്റുവാൻ വേണ്ടി കഷ്ടവും നഷ്ടവും സഹിച്ച് അവരുടെ ജീവനെ പോലും അപകടത്തിലാക്കി അവർ ഭൂലോകത്തിന്റെ അറ്റം വരെയും സുവിശേഷം അറിയിച്ചു. അവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരുടെ ഉത്തരവാദിത്വമാണ്? ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് അവിടെ വെച്ച് അവസാനിക്കുന്നതല്ല, അത് ഇസ് എൻ ഓൺ ഗോയിങ്, അത് തുടരെയായിട്ട് അത് ഇഫക്റ്റീവ് ആയിരിക്കുന്നതായ ഒരു സംഗതിയാണ്. അത് നാമും അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് നാം ഓരോരുത്തരും ഇത് ചെയ്യുവാൻ ഇടപെട്ടതാണ്. എന്താണ് സുവിശേഷീകരണം? ഇവാഞ്ചലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്ത്
എ ഫ്രണ്ട് ടെല്ലിംഗ് ഫ്രണ്ട്സ് അബൌട്ട് ദ സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് യേശുവിനെ കുറിച്ച് പറയുക എന്നതാണ് സുവിശേഷീകരണം. ഓക്കെ, എക്സാമ്പിൾസ്. യോഹന്നാൻ സുവിശേഷം ആ ഭാഗം പിന്നീട് നമുക്ക് പേഴ്സണൽ ഇവാഞ്ചലിസത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ ഭാഗം വീണ്ടും ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഹൈലൈറ്റ് ഓർത്തിരുന്നാൽ മതി. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ നോക്കുന്ന വേളയിൽ യോഹന്നാൻ സ്നാപകന്റെ അല്ലെങ്കിൽ സ്നാപക യോഹന്നാന്റെ സ്വാധീനത, യോഹന്നാൻ യേശുവിന്റെ മുന്നോടിയായിട്ട് വന്ന് യേശുവിന്റെ സുവിശേഷം, യേശു വരുന്നു എന്നുള്ളതായ സദ്വർത്തമാനം കുഴിച്ചതാണ്. അങ്ങനെ ഇരുന്നായ വേളയിൽ ഒരു ദിവസം യേശു അതിലേക്ക് നടന്നു വരുന്ന വേളയിൽ പെട്ടെന്ന് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമ കാലഘട്ടമെല്ലാം പെസഹയുടെ കുഞ്ഞാടിനെ കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ ഇതാണ് ഈ വ്യക്തിയാണ് ലോകത്തിന്റെ മുഴുവനും പാപം ചുമക്കുന്നതായ സാക്ഷാൽ കുഞ്ഞാട്. ദ ലാംബ് ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എ ലാംബ് ഓഫ് ഗോഡ് എന്നല്ല, ദ ലാംബ് ഓഫ് ഗോഡ്. അത് പറഞ്ഞതായ വേളയിൽ ഉടനെ തന്നെ തനിക്കൊരു വലിയ നഷ്ടം ഉണ്ടായി. തനിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു. താനൊരു ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു, ഞാൻ പറയാണ്, ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തന്റെ 2 ശിഷ്യന്മാർ നഷ്ടപ്പെട്ടു. യോഹന്നാൻ കരഞ്ഞൊന്നുമില്ല. 2 നല്ല കീയായിട്ടുള്ള ശിഷ്യന്മാരാണ്. ഒന്ന് അന്ത്രയോസും, മറ്റൊന്ന് ഈ യോഹന്നാൻ സുവിശേഷം എഴുതിയതായ യോഹന്നാനും. അവര് യേശുവിന്റെ പിന്നാലെ പോയി. അവർ വന്നായ വേളയില് യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? എന്തോ കണ്ടുകൊണ്ടാണ് നിങ്ങൾ എന്റെ പിന്നാലെ പോരുന്നത്? ഇപ്പം പലപ്പോഴും ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്ന പല ഉദ്ദേശത്തിലാണ്. രോഗസൗഖ്യം ഉണ്ടാകാന് അത് മോശമാണെന്നല്ല പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി അത് മോശമാണെന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നീട് അവർക്ക് ചില ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ പോയാൽ അതിനുവേണ്ടി മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം യേശു ഈ ശിഷ്യന്മാരുടെ ചോദിക്കും, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവര് അടുത്ത അവരുടെ ചോദ്യം, ഗുരു നീ എവിടെ പാർക്കുന്നു? അപ്പം അവർ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നു. ഇത് മശിഹായാണോ, ഇസ്രായേലിന്റെ രാജാവാണെന്ന് പറഞ്ഞ പാർട്ടിക്ക് അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലമുണ്ടോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. യേശു അവിടെ പോയി, അവിടെ മരത്തിൽ കഴിച്ചു പോന്ന് താമസിച്ചെന്നല്ല പറഞ്ഞേക്കുന്നത്. യേശു അവൻ വസിക്കുന്ന ആ ഇടം കണ്ടു, അവനോടുകൂടെ പാർത്തു. രാത്രി പാർക്കണമെന്നുണ്ടെങ്കിൽ മരത്തിൽ കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പല ആളുകൾക്കും പല കോൺസെപ്റ്റ് ഉണ്ട്. ആ ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ചെങ്കിലേ അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുന്ന വേളയിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ തക്കണം നമുക്ക് ബാധ്യതരാണ്. നമുക്ക് പിന്നീട് ഉള്ള 2 വ്യക്തികള്, അന്ത്രയോസ് തനിക്ക് കേട്ടതിന് ശേഷം എനിക്ക് മശിഹായെ കണ്ടു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുകയല്ല. ഉടനെ തന്നെ തൻ്റെ സ്വന്തം സഹോദരൻ, സ്വന്തം വീട്ടിൽ ഇവാഞ്ചലിസം, ഹോം ഇവാഞ്ചലിസം എന്ന് വേണേൽ പറയാം, തൻ്റെ സഹോദരനായ പത്രോസിന്റെ മേലുള്ളതായ സ്വാധീനം വെച്ച് പത്രോസിനെ യേശുവിലേക്ക് നയിച്ചു. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം കൊണ്ട് ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. എനിക്ക് വളരെ രസമുള്ളതായ ഒരു ഭാഗമാണത്. പത്രോസ് ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനാണ്. അന്ത്രയോസ് ആ നിലയിൽ വലിയ നിലയിൽ ഉപയോഗിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ്. ആ നിലയിൽ സാധാരണ ഈ കാലയളവിലാണെങ്കിൽ ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ഓക്കെ, പത്രോസിന്റെ സഹോദരനായ ശിമോൻ, അന്ത്രയോസ് ആണ് പത്രോസിനെ ആദ്യം യേശുവിലേക്ക് നയിച്ചത്. ആ കണക്കനുസരിച്ച് തന്നെ അന്ത്രയോസിന്റെ സഹോദരനായ പത്രോസിന് വേണം പറയേണ്ടി വരും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ്. അപ്പൊ നമ്മൾ സുവിശേഷീകരണത്തിന് വേണ്ടി പോയെന്ന് പറഞ്ഞ് നമ്മുടെ പേര് വലുതായില്ലെങ്കിൽ തന്നെ പരിഭവം നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. നമ്മള് കർത്താവിന്റെ വേലയാണ് ചെയ്യുന്നത്. നമ്മള് സുവിശേഷീകരണം നടത്തി ആളുകൾ രക്ഷകളിൽ നയിച്ച് പബ്ലിസിറ്റിയോ വലിയ ഇതൊന്നും വന്നില്ലെങ്കിലും തൃപ്തിപ്പെടുക. നമ്മളെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് അംഗീകാരം ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക.
ഓക്കെ, ഇവാഞ്ചലിസം ഈസ് ഒന്നാമത് പറഞ്ഞ ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സുവിശേഷം പറയുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ജീവിതം രൂപാന്തരപ്പെടുക, അതായിരിക്കണം നമ്മുടെ സുവിശേഷീകരണത്തിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തില് യേശു പറഞ്ഞ രൂപമയുണ്ട്. മുടിയനായ പുത്രനെ കുറിച്ച് ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുന്നത് യേശു പറഞ്ഞതായ ഭാഗം വരുന്നത്. ഞാൻ നോട്ടൊക്കെ പറഞ്ഞത് പ്രത്യേക രീതിയിലാണ്. ആ യേശു പറഞ്ഞ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് റെഡിലാക്കി ബാക്ക്ഗ്രൗണ്ട് റെഡ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിരിക്കുന്നത്. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു, അവൻ കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇവന് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ് അവിടെ യേശു പറഞ്ഞത്. അവൻ മരിച്ചവനായിരുന്നു, അവന് പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് ജീവൻ പ്രാപിച്ചു. നേരത്തെ ഈ വ്യക്തി അവനെ കാണാതെ പോയിരുന്നു. നേരത്തെ 2 ഉപമകൾ പറഞ്ഞുകൊണ്ട് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സന്തോഷമല്ല. അപ്പൊ നമ്മുടെ ദൗത്യ മുഖാന്തരമോ അല്ലെങ്കിൽ വേറൊരാളുടെ പ്രയത്ന മുഖാന്തരമോ ഒരാൾ യേശുവിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാകണം? വലിയ സന്തോഷം ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടൊന്നും അയാൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ദുഃഖത്തിരിക്കുന്ന പല ആളുകളുണ്ട്. നമ്മൾ ഇത് കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രവർത്തനമാണ്. കർത്താവിന് വേണ്ടിയാണ് ആളുകളെ നേടുന്നത്, അല്ല നമുക്ക് വേണ്ടിയല്ല. ഓക്കെ, സ്നാപക യോഹന്നാൻ തനിക്ക് ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആ സമയത്ത് യേശുവിനോട് കൂടെ പോയത് തനിക്ക് വളരെയധികം സന്തോഷിച്ചു. നമ്മളത് പറയൂ. ഞാനത് പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സഭയിലുള്ള ആൾക്കാരെല്ലാം വേറെ സഭയിലോട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ കുറയണം, അവനോ വളരെയണം. അപ്പൊ യോഹന്നാന്റെ ആ മനോഭാവം ഒന്ന് ഓർത്തോണം. അപ്പൊ നമ്മൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുവരുമ്പോൾ, ഒരു വ്യക്തി കർത്താവിലേക്ക് വരുമ്പോൾ നാം വളരെ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, മൂന്നാമത് സുവിശേഷീകരണം അത്യധികമായ സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കണം. പലപ്പോഴും ആളുകൾക്ക് സന്തോഷമില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്താ അറിയാമോ? മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കാൻ തക്കോണം കഴിയുന്നില്ല. അതുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഫലമൊന്നുമില്ല. ആ ഒരു മുഷടിച്ച അല്ലെങ്കിൽ വരണ്ടതായ ഒരു അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് വന്നതായ സന്ദർഭത്തിൽ എനിക്ക് ഭാഷ 71-72 വർഷങ്ങളാണ്. അന്ന് പരിശുദ്ധാത്മ വിഷയം പ്രാപിച്ചതേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ്. പരിശുദ്ധാത്മ വിഷയം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു താല്പര്യം ഉണ്ടായി. എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയതായ രക്ഷയുടെ അനുഭവം, എനിക്ക് കിട്ടിയതായ പരിശുദ്ധാത്മാവുള്ളതായ സന്തോഷം മറ്റുള്ളവരോട് പറയണം. അപ്പൊ സ്കൂളിൽ പയനീഴ്സ് ഫോർ ക്രൈസ്റ്റ്, അത് ഞങ്ങളുടെ ഇവാഞ്ചലിസം ക്ലബ് എന്ന് പറയും. അവിടെ മിഷൻസ് ക്ലബ്ബുണ്ട്, ഇവാഞ്ചലിസം ക്ലബ്ബുണ്ട്, പല ക്ലബ്ബുകളുണ്ട് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധത്തിൽ. അതിന് ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. എന്തോന്നിനടുത്തെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. അപ്പൊ അവര് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് തന്നു. എങ്ങനെയാണ് നിങ്ങൾ പോയി വീടുകളിൽ, ഞങ്ങൾ നിങ്ങളെ അയക്കാൻ പോവാണ്, ഇവിടെ അടുത്തുള്ളതായ സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ 2 പേര് വെച്ച് പോകണം. യേശു അയച്ചതുപോലെ ഞങ്ങളെ അയച്ചു. അന്നേരം ഓർത്തോണം, എനിക്ക് മലയാളം മറന്നുപോയി, ഇംഗ്ലീഷ് പഠിച്ചതുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അധികമായിട്ടുള്ള വേദപുസ്തകമില്ല. ഞാൻ വേദപുസ്തകം എടുത്തു. അവർ പറഞ്ഞിരുന്ന ഫോർമാറ്റ് അനുസരിച്ച് വീടാൻ തോറും പോയി സന്ദർശിക്കാൻ വേണ്ടിയായി. അപ്പൊ ഒരു വീട്ടിൽ ചെന്നായ വേളയിൽ ഒരു സ്ത്രീ കതക് തുറന്ന്, സ്ക്രീനിന്റെ ഇടയ്ക്കുള്ള സ്ക്രീൻ ഡോർ എന്ന് പറഞ്ഞുകൊണ്ട് 2 അകത്തൊരു കതക്, പിന്നെ വെളിക്കൊരു കതക്, അതിന് സ്ക്രീൻ ഡോർ എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നുകൊണ്ട് അവരോട് ഞാൻ സുവിശേഷം, ഞങ്ങൾ 2 പേരും ഒരു സഹോദരി ഉണ്ടായിരുന്നു ചർച്ച് അവിടെ കോളേജിൽ പഠിക്കുന്ന. ഞാൻ അവരോട് പറഞ്ഞു, നീ വേദസം വാക്യം വായിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്താൽ മതി, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് അവരോട് സുവിശേഷം പറഞ്ഞ് 10-15 മിനിറ്റ് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞ ശേഷം യേശുവിനെ രക്ഷകമായി സ്വീകരിക്കുവാനുള്ള താല്പര്യമുണ്ടോ, പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥന ഏറ്റു പറഞ്ഞു. അവള് എന്നോട് കൂടെ പ്രാർത്ഥിച്ചു. എന്തെന്നില്ലാത്ത സന്തോഷം എനിക്കുണ്ടായി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് ബൈബിൾ, എൻ്റെ പേഴ്സണൽ ബൈബിളാണ്.
ഞാനത് അവർക്ക് കൊടുത്തിട്ട് പോകുന്നത്. അത് കൊടുക്കണ്ടായിരുന്നു, പിന്നീട് ഞാൻ വേറെ ബൈബിൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം എനിക്കിടയായല്ലോ. ആ സമ്മർ കാലത്ത് ഞാൻ ആരും പോകാൻ താല്പര്യം കാണിക്കാത്തതായ അവിടെ നെവാഡ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അതിഭയങ്കരമായ ചൂടാണ്, അതിഭയങ്കരമായ സമ്മർ ടൈമിൽ. അവിടെ പല ആളുകളും പല സ്ഥലങ്ങളിലേക്ക് മിഷൻ പ്രവർത്തനം വേണ്ടി അയച്ചായ വേളയിൽ നെവാഡയ്ക്ക് പോകാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം. ഞാൻ ഇതിന്റെ ടീമിൻ്റെ കൂടെ പോയി. അവിടെ ചെന്നായ വേളയിൽ 116-117 ഡിഗ്രി ടെമ്പറേച്ചർ, ഹൈ ഹീറ്റ്. എനിക്ക് യാത്ര ചെയ്യാനായിട്ട് വണ്ടിയില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. എനിക്ക് ഒരു പഴയ ഒരു ചടാക്ക് ബൈസിക്കിൾ എന്ന് വേണം പറയാനായിട്ട് സാധിക്കും. ഈ സൈക്കിളും കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവുക. ചർച്ചിൽ ചില ആൾക്കാർക്ക് ചോദിച്ചിട്ട് അവർക്കും വരാൻ താല്പര്യമില്ല. ഞാൻ ഇവിടെ വന്നത് സുവിശേഷം പറയാനാണ്. ട്രാക്റ്റുകൾ എൻ്റെ സൈക്കിളിന്റെ പുറവശത്ത് ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് ഓരോ വീടുകളിലും പോയി സുവിശേഷം പറഞ്ഞു. അന്ന് ആ 2.5 മാസം കൊണ്ടുള്ള സന്ദർഭത്തിൽ 16 പേര് കർത്താവിന്റെ രക്ഷാവായി സ്വീകരിക്കാൻ കൊണ്ടായി. നമുക്കിതിനു വേണ്ടി വലിയ പാണ്ഡിത്യമോ വലിയ കഴിവോ, നമുക്ക് താല്പര്യമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ കൃപയും ഉണ്ടെങ്കിൽ ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാൻ കൊണ്ടും കർത്താവ് നമ്മളെ ഉപയോഗിക്കും. അത് നിങ്ങളെ ഉപയോഗിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The person sharing the gospel, സുവിശേഷം പറയുന്ന വ്യക്തിയും സുവിശേഷം സ്വീകരിക്കുന്ന വ്യക്തിയും സ്വർഗം തന്നെയും ആനന്ദിക്കുന്ന ഒരു അനുഭവമാണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. സുവിശേഷം പറയുന്ന ആളിന് സന്തോഷം ഉണ്ടാകും, സുവിശേഷം കേൾക്കുന്ന ആളിന് സന്തോഷം ഉണ്ടാകും, സ്വർഗം തന്നെ സന്തോഷിക്കും എന്നാണ് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തില് ദൂതൻ വന്ന് ഇടയന്മാരോട് പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് പറഞ്ഞത്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പം സുവിശേഷം എന്ത് നൽകുന്നതാണ്? മഹാസന്തോഷം നൽകുന്നതാണ്. സർവജനത്തിനും മഹാസന്തോഷം ഉണ്ടാകുന്നതാണ്. ഈ പലപ്പോഴും രക്ഷിക്കപ്പെട്ട ആളുകൾ ഇങ്ങനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രൂൺ ജ്യൂസിനകത്ത് സ്നാനപ്പെട്ടതിന്റെ കൂട്ടിയിരിക്കുക, അവർ ഈ വളിച്ച മുഖം കാണിച്ചുകൊണ്ട് നടക്കുന്ന സുവിശേഷം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ മുഖത്തൊരു സന്തോഷമാണ്. നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ സാഡ് ഫേസ് കാണിച്ചുകൊണ്ട് പോകരുത്. ഈ സാഡ് ഫേസിന്റെ അനുഭവത്തിലേക്ക് അവർക്ക് തന്നെ വരാൻ താല്പര്യം ഉണ്ടാകുന്നത്. ഈ ഷൂ സെയിൽസ്മാൻ വന്നിട്ട് നമ്മുടെ മുന്നേ വന്നൊരു ചിരിക്കുക പോലും ഇല്ല, വളിച്ച മുഖം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഷൂസ് വാങ്ങിക്കത്തില്ല. അപ്പൊ നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന ഒരു സെയിൽസ്മാൻ ആയിട്ടല്ല നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. സർവ്വ മനുഷ്യർക്കും മഹാസന്തോഷം ഉണ്ടാകുവാനുള്ള ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് നാം പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രതിപുരുഷയായിട്ടാണ് നാം പോകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കണം. അത് സ്വർഗത്തിലും ഉണ്ടാകുമെന്നാ പറഞ്ഞേക്കുന്നത്. യേശു പറഞ്ഞ ഭാഗം അതിന്റെ ലൂക്കോസ് 15:10 പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നേരത്തെ ഉമ്മ പറഞ്ഞതിന് ശേഷം അതിന്റെ കൺക്ലൂഷനാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. ദൂതന്മാർ സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ ദൂതന്മാർക്ക് സന്തോഷമുണ്ട്. നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ, ഞാൻ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ പറയാറുണ്ട്, കർത്താവേ എന്നെ ഫോളോ ചെയ്യാൻ നിൽക്കണം, ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കണം. ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുവാൻ നിൽക്കണം, ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കണം. ഞാൻ അവിടെ ചെന്ന് സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാകണം. അപ്പൊ നമ്മുടെ ചുറ്റും നമ്മൾ പോകുന്നത്, നമ്മൾ സ്ഥാനാപതികളായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം മഹാസന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ റോമർ 8:8 പറയുന്നത് ഇവിടെ ശമരിയ പട്ടണത്തിലാണ്. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. കാരണം എന്താണെന്നറിയാമോ? ഫിലിപ്പോസിന്റെ സുവിശേഷ ദൗത്യത്തിൽ അവിടെ അനേകര് രോഗസൗഖ്യം പ്രാപിച്ചു, അനേകര് യേശുവിലേക്ക് കടന്നു വരുവാനിടയായി. ഈ ശമര്യന് സുവിശേഷം അറിയാനുള്ള കാരണം എന്താണ്? ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ആള് അപ്പോസ്തലനൊന്നുമല്ല. ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതായ, അവിടെ ഡീക്കൻസ്, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതായ, അവിടെ മേശമേൽ ശുശ്രൂഷിക്കാനുള്ളതായ ആളുകൾ ഒരാളാണ് ഈ ഫിലിപ്പോസ്. അപ്പൊ അപ്പോസ്തലന്മാരെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, എന്നെ അപ്പോസ്തലനാകിയില്ല എന്ന് പറഞ്ഞ് ഫിലിപ്പോസ് അവിടെ നിന്ന് പിടിച്ചൊന്നുമില്ല. തനിക്ക് പോകുവാൻ്റെ കൊണ്ടും ഉള്ളതായ, കാരണം അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു പറഞ്ഞേക്കുന്നത് ഫിലിപ്പോസ്. അപ്പം
ഫിലിപ്പോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞതായപ്പോൾ തനിക്ക് ഉത്സാഹമുണ്ടായി ആളുകളിലേക്ക് സുവിശേഷം പറയാൻ ഒക്കുമെങ്കിൽ ആത്മാവിന്റെ സ്നാനം പ്രാപിച്ചു എന്നും അന്യഭാഷ പറയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ താല്പര്യം കുറയുന്നത് എന്താണെന്ന് എനിക്ക് ചോദ്യമുള്ളത്. അവർക്ക് ആ താല്പര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു, അവരോട് സുവിശേഷം പറയുവാൻ കൊണ്ട് എന്നെ ഒരുക്കണമേ എന്ന്. അപ്പോസ്തലപ്രവൃത്തികൾ 15:3 പറഞ്ഞിരിക്കുന്നത്, സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊനീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അപ്പൊ നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ദൗത്യ മുഖാന്തരം നമ്മുടെ സഭ ആനന്ദിക്കണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്കൊരു മഹാസന്തോഷം ഉണ്ടാകണം. ഇതൊക്കെ പണ്ട് എഴുതിയിരിക്കുന്നതായ സംഗതിയാണ്. പണ്ട് എഴുതിയിരിക്കുന്നതാണെങ്കിൽ ഈ പ്രമാണം അന്നുള്ളതുപോലെ ഇന്നും ഒരുപോലെ പ്രയോജനമുള്ളതാണ്, നിലനിൽക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ദി മോട്ടിവേഷൻ ഫോർ ഇവാഞ്ചലിസം, സുവിശേഷീകരണത്തിനുള്ളതായ പ്രേരണ. ഇറ്റ് ഷുഡ് ബി മോട്ടിവേഷണൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മുടെ സുവിശേഷം പറയുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് ആൾക്കാർ വരുന്ന വേളയിൽ ഞാൻ സാധാരണ ലൈഫ് ഇൻഷുറൻസുകാർ വരുന്നത്, ഞാൻ പറയുന്നത് ഡെത്ത് ഇൻഷുറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും അവരുടെ ഇൻഷുറൻസ് സെയിൽസ് നടത്താനാണ് ശ്രമം നടത്തിയിരിക്കും. അനേക ആൾക്കാർക്ക് അവര് ഇത് വിറ്റിരിക്കും, അല്ലെങ്കിൽ അവരുടെ സർവൈവ് നടക്കത്തില്ലല്ലോ. ഇൻഷുറൻസ് കമ്പനിക്കാരൊക്കെ വളരെ പാപ്പരായിട്ട് നടക്കുന്ന കമ്പനിയൊന്നുമല്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആ മോട്ടിവേഷനാണ്. നമുക്കും ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ തക്കോണം നമുക്ക് കഴിവുള്ളവരുമായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 Corinthians 5:11, നോയിങ് therefore the terror of the Lord we persuade men. അവിടെ പറഞ്ഞിരിക്കുന്നത് ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നുള്ള ഭാഷാന്തരം അത്ര ശരിയാണെന്ന് എനിക്ക് താല്പര്യമില്ല. ടെറർ ഓഫ് ദ ലോർഡ്, കർത്താവിനെ ഭയപ്പെടണമെന്ന് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. ദൈവത്തിന്റെ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുണ്ടാ ഇല്ലെങ്കിൽ ഒരു ടെറർ ആ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാകും. നോയിങ് ദി ടെറർ ഓഫ് ദ ലോർഡ്, ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് സ്വാധീനപ്പെടുത്തുന്നതായിരിക്കണം എന്ത്? സുവിശേഷീകരണം, അല്ലെങ്കിൽ സുവിശേഷീകരണ മുഖാന്തരം മറ്റുള്ളവരെ സ്വാധീനപ്പെടുത്തുന്നതായിരിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന, കർത്താവെ മറ്റുള്ളവരോട് സ്വാധീനിപ്പിക്കത്തക്കതായ നിലയിൽ സംസാരിക്കുവാനുള്ളതായ വാക്കുകൾ എനിക്ക് തരണം. ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഇവാഞ്ചലിസം ഈസ് മാൻഡറ്ററി, നിർബന്ധമായിട്ടുള്ളതാണ്, അനിവാര്യമായിട്ടുള്ളതാണ്. 2 Corinthians 9:16-17 വാക്യങ്ങൾ. 1 Corinthians 9:16-17. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നുള്ളൂ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കാത്ത എല്ലാവർക്കും പറയാൻ, കർത്താവേ ഞാൻ സുവിശേഷം അറിയിക്കുന്നത് എൻ്റെ കാര്യം കഷ്ടമാണ് എന്ന് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്വമേധയാ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗമാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ വലിയ ദൗത്യമാണ്. അത് നിറവേറ്റുവാൻ അത് അനിവാര്യമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സംഗതിയാണ്. 3-ാമത്തെ സംഗതി, ഇവാഞ്ചലിസം ഈസ് ടു ബി ഡൺ വിൽഫുള്ളി, മനഃപൂർവ്വമായി ചെയ്യേണ്ടതായ കാര്യമാണ്. ഇപ്പൊ വായിച്ച ഭാഗമാണ്. സുവിശേഷീകരണം മനഃപൂർവ്വമായി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ, മുന്നമേ മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ മുന്നമേ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് പോകണം. അതാണ് പൂർവ്വമായി പ്ലാൻ ചെയ്ത്, മനസ്സിൽ പ്ലാൻ ചെയ്ത് പോകേണ്ടത്. അതാണ് മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സംഗതിയാണ്. ഓക്കെ, പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഇത് ബിഷപ്പുമാരെ കുറിച്ച് പറയുന്നതാണെങ്കിലും അത് എല്ലാവർക്കും ബാധകമാണ്. 1 Petros 5:2-4 വരെയുള്ള വാക്യങ്ങൾ.
നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാകും പോലെ മനഃപൂർവമായും ദുരാഗ്രഹത്തോടുകൂടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകൾ ആയി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശേഷം വരുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇത് പാസ്റ്റേഴ്സിന് ലഭിക്കുന്നതായ പ്രതിഫലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആടുകളെ പ്രസവിക്കുന്ന ആളുകളാണ്. ആടുകളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ആടുകളെ പ്രസവിക്കുക, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ഷീപ്പ്, റീപ്രൊഡ്യൂസ് ഷീപ്പ്. ആ നിലയിൽ ഈ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ആളുകളെ നയിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടതുപോലെയുള്ളതായ ഡയറക്ഷൻസ് കൊടുത്ത് അതിൽ എല്ലാ വ്യക്തികളും ഇത് ബാധകമാണ്. നമുക്ക് വാടാത്ത കിരീടം പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആളുകളെ കർത്താവിലേക്ക് നയിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. ഇത് പ്രതിഫലമില്ലാത്ത ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം കിട്ടുന്ന കാര്യം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടി പോകേണ്ട കാര്യമില്ല. ചില ആൾക്കാരുണ്ട് സുവിശേഷീകരണം, ഇവാഞ്ചലിസ്റ്റ് ഓർഗനൈസേഷൻ, ഇതിനകത്തുനിന്ന് എനിക്കെന്തോ കിട്ടുമെന്നുള്ള യു ആർ വർക്കിംഗ് ഫോർ ദ റോങ് തിങ്. അത് നടക്കത്തില്ലെന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ആളുകൾ എനിക്ക് എഴുതാറുണ്ട്, പാസ്റ്ററെ പൈസ ഉണ്ടെങ്കിൽ സുവിശേഷീകരണം നടത്തി. ഞാൻ പറഞ്ഞില്ല, പൈസ ഉണ്ടെങ്കിൽ സുവിശേഷീകരണം നടക്കുന്നില്ല. കാരണം സുവിശേഷീകരണം നടത്തുമ്പോൾ പൈസ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്നെ അയച്ചതായ കർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അവൻ സർവ്വതും ഓൺ ചെയ്യുന്നതായ കർത്താവാണ്. ഞാൻ 1971 ജൂൺ മാസം 8-ാം തീയതി മുതൽ ഇന്നേ വരെ അമേരിക്കയിൽ വന്നിട്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു മനുഷ്യനെടുക്കലും, ഒറ്റ വ്യക്തിയുടെ, ഞാൻ നിൽക്കുന്ന ചർച്ചിലോ ഒരൊറ്റ വ്യക്തിയെടുക്കലും ഒരാവശ്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള പറയുന്നത്. ഞാൻ ഒരു ദൈവസ്ഥാനത്ത് എടുത്ത തീരുമാനമാണ്. ഒരു മുട്ടും വരാതെ കർത്താവ് നടത്തുന്നുണ്ട്. കർത്താവിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്നതായ പണവും ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നൽകിത്തരുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ദൈവം നൽകിത്തരുക തന്നെ ചെയ്യും. സുവിശേഷീകരണത്തിനായി പ്രാർത്ഥിക്കണം. തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിന്റെ വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പൻ എന്ന് പറഞ്ഞു. ഇത് യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. യേശു ക്രൂശിൽ മരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ ശേഷം ശിഷ്യന്മാര് അവരാണ് പോയത്. ഇപ്പം പ്രാർത്ഥിക്കാനായിട്ട് യേശു അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇക്കാലങ്ങളിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലക്കാര് വളരെയുണ്ടോ, കൊയ്ത്തോ വളരെ ചുരുക്കം എന്നാണ്. യേശു പറഞ്ഞതല്ല, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനോട്, കർത്താവിനോട് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പൻ. വേലക്കാരെ അയക്കേണ്ടത് മാത്രമല്ല, അവർക്ക് വേണ്ടതായ സാമ്പത്തിക പ്രചോദനങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. We must support financially for evangelism. പണത്തിന്റെ കാര്യമാണല്ലോ പാസ്റ്റർ വീണ്ടും പറയുന്നത്. അത് തന്നെയാ പറയാൻ പോകുന്നത്. നമ്മൾക്കുള്ള, ഞാനും എനിക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞ ശേഷം നമ്മൾ പണം കർത്താവിന് കൊടുക്കുന്നില്ല, എന്താ ഉണ്ടാകുന്നത്? ഞാൻ ഈ പറഞ്ഞ അനുഭവത്തിൽ പ്രയോഗിച്ച വ്യക്തിയാണ്. ഞാൻ സഭയുടെ പാസ്റ്റർ ആകുന്നതിന് മുമ്പ് ഒരു ചർച്ചില് മെമ്പറായിട്ട് ഏതാണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല. അവിടുത്തെ പാസ്റ്റർ സുവിശേഷീകരണത്തിന് വേണ്ടി ഈ നാട്ടിൽ പോകാനുള്ള താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്ത്യക്ക് പോകാൻ വേണ്ടി, അന്നേ കാലങ്ങളിൽ എൻ്റെ വൈഫും ഞങ്ങൾ കുഞ്ഞൂടെ ഞങ്ങൾ പോകാൻ വേണ്ടി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ത്യക്ക് പോകണം താല്പര്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതായ ഒരു നല്ലൊരു തുകയുണ്ട്, എന്താ എമൗണ്ട് എന്ന് പറയുന്നില്ല. അത് മുഴുവനും അന്ന് രാത്രിയിൽ ചെക്ക് എഴുതി പാസ്റ്റർ കൊടുത്ത്, പാസ്റ്റർ ആദ്യം പോയി സുവിശേഷം പറയണം, പിന്നീട് ഞങ്ങളുടെ കാര്യം ഉണ്ടാവും നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പാഷൻ ഉണ്ടാകുന്ന വേളയിൽ നമ്മുടെ പണത്തിന്റെ കാര്യത്തിലും അത് പ്രായോഗികമാകും. ഓക്കെ, ഫിലിപ്പിയരെ ഇതിന്റെ 15 മുതലായ ഫിലിപ്പിയർ 4-ന്റെ 15 മുതൽ ഫിലിപ്പിയരെ സുവിശേഷ ഘോഷത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. എന്തിനാ ഈ 15 മുതൽ വായിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല്, ഈ സുവിശേഷ ഫിലിപ്പിയ സഭയ്ക്കുള്ളതായ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അപ്പോസ്തലന്മാരെ അവരുടെ സുവിശേഷീകരണ ദൗത്യത്തിന് സഹായിക്കുന്ന സഭയായിരുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ 1-2 പ്രാവശ്യം അയച്ചു തന്നല്ലോ, പണം അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. അപ്പൊ സുവിശേഷത്തിൽ കൊടുക്കുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ കണക്കിലേക്ക് ദൈവം ഫലം നൽകി തരുന്നതാണ്. ഓക്കെ, ഫിലിപ്പിയർ 4:15 മുതൽ 19 വരെ ഇത്രയും ദീർഘഭാഗം നമ്മളൊരു വാക്യം വായിക്കുന്ന സന്ദർഭം നമ്മുടെ കോണ്ടെക്സ്റ്റ് വെച്ച് വേണം നമ്മൾ വായിക്കാൻ. സന്ദർഭത്തിലാണ് വായിക്കേണ്ടത്. 18-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്ന സൗരഭ്യവാസനമായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി എപ്പഫ്രാദോസിന്റെ കൈയാൽ, നമ്മുടെ മലയാളത്തില് ഞാൻ എൻ്റെ പ്രതിഗ്രഹിച്ചെന്നാ പറഞ്ഞത്, സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെയും മഹത്വത്തോടെ തന്റെ മഹത്വത്തിനൊത്തോണം, തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശ്വർ പൂർണ്ണമായി ചെയ്യുന്നവർ. പലപ്പോഴും 19-ാമത്തെ വാക്യത്തിൽ റാൻഡമായിട്ട് ഇത് വായിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്റെ ദൈവം നൽകി തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, എന്റെ ദൈവമോ എന്ന് പറയുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സുവിശേഷീകരണത്തിന് വേണ്ടി ഫിലിപ്പിയ സഭ കൊടുക്കുന്ന കാരണത്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തിരുന്ന പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ബുദ്ധിമുട്ട് തീർക്കുവാൻ വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ അതിന്റെ ഫൈനാൻഷ്യൽ സീഡ് പ്ലാന്റ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് ഐ ഡു. ആരോട് ചോദിക്കത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് എനിക്ക് മറ്റുള്ളവരെ കൊണ്ട് തരുമെന്നല്ല, എനിക്ക് വേണ്ടി കർത്താവ് വഴികൾ മുഖാന്തരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, ഞാൻ കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി, മിഷണറിമാർ പോകുന്നതിന് വേണ്ടി, അതിനുവേണ്ടി എൻ്റെ പണം കൊണ്ട് ഞാൻ സഹായിക്കും. അത് നമ്മുടെ ആ ദൈവസന്നിധിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പോൾ സുവിശേഷീകരണത്തിൽ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവർക്കും ലഭിക്കുന്നവർക്കും ദൈവത്തിനും പ്രയോജനമായിരിക്കും. കൊടുക്കുന്ന വ്യക്തി അവർക്ക് പ്രയോജനമായിരിക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് തീർത്തു തരും. രണ്ടാമത് ലഭിക്കുന്ന വ്യക്തിക്ക് അത് സുവിശേഷീകരണം നടത്തുവാൻ പ്രയോജനമായിരിക്കും. ഇത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് അത് കാരണമായി തീരും. അതിന് 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, ഇവാഞ്ചലിസം ക്യാൻ ടേക്ക് many forms including personal conversations, preaching and utilizing media. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. പല നിലയിലുള്ളതായ സുവിശേഷീകരണമുണ്ട്. അതെല്ലാം ഞാൻ കവർ ചെയ്യുന്നില്ല, കാരണം ഇതെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ അല്ല. എല്ലാവരും മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഗതിയുണ്ട്, പേഴ്സണൽ ഇവാഞ്ചലിസം. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നത്. ഓക്കെ, പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായിട്ട് സുവിശേഷം. 10 തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ഞാൻ അടുത്തൊന്ന് ഒരു ഭാഗത്തുനിന്ന് ഞാൻ കോപ്പി അടിച്ചാണ്. അത് ഞാൻ വിചാരിച്ചത് നല്ലതാണ് എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ ആശയങ്ങളല്ല. ഓക്കെ, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകർ എന്ന് ലേബലുള്ള ബില്ലിഗ്രാം, റെയ്മൺ ബോങ്കെ മുതലായ സുവിശേഷകർക്ക് മാത്രമേ സുവിശേഷീകരണം ചെയ്യാനൊക്കത്തുള്ളൂ. അതൊരു തെറ്റിദ്ധാരണയാണ്. സുവിശേഷകർക്ക് മാത്രമേ ഫലവത്തായ സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ സാധിക്കുള്ളൂ. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ആ ധാരണ മാറ്റണം. നമ്മൾ സുവിശേഷീകരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയും എന്ന് നമ്മൾ താല്പര്യമായിട്ട് നമ്മൾ ദിവസവും പറഞ്ഞിരിക്കണം. കർത്താവെ, ഹിയർ ഐ ആം, ഇതാ ഞാൻ, എന്നെ അയക്കണമേ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവെ, എനിക്ക് ഒരു വ്യക്തിയെ കർത്താവിലേക്ക് അയക്കുവാൻ കഴിയും, എന്നെ അത് ഉപയോഗിക്കണമേ. അതായിരിക്കണം പ്രാർത്ഥന. രണ്ടാമത്, സുവിശേഷം പറയുന്നതിനായുള്ള എൻ്റെ ഉള്ളിലെ ഭയം അതിജീവിക്കാൻ അസാധ്യമാണ്. എനിക്ക് ആൾക്കാരുടെ സുവിശേഷം പറയണം താല്പര്യമുണ്ട്, പക്ഷെ പറയുന്ന സന്ദർഭത്തിൽ ഉടനെ തന്നെ ഞാൻ ആകെപ്പാടെ നെർവസ് ആകും, എൻ്റെ മുട്ടടിക്കും. ആ ഭാഗത്തൂടെയൊക്കെ എല്ലാം ഞാൻ കടന്നു പോയതാണ്. അത് അതിജീവിക്കണമെന്നില്ല. കർത്താവ് എന്നോട് കൂടെ കണ്ടാലും ലോകാവസാനത്തോളം, ഈ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നതിന് ശേഷം കർത്താവ് പറയുന്നുണ്ട്, കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. എനിക്ക് സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിൽ കർത്താവ് എന്നോട് കൂടെ പോരും. അതുകൊണ്ട് എനിക്ക് യാതൊരു നിലയിലും നെർവസ് ആകേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്. 3, സുവിശേഷം പറയുവാൻ നൈസർഗികമായ കഴിവുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. ചില ആളുകൾക്ക്, നമ്മൾ എന്തെല്ലാം എക്സ്ക്യൂസ് ആണെന്ന് അറിയാമോ സുവിശേഷം പറയാതിരിക്കാൻ. ചില ആളുകൾക്ക് പാസ്റ്ററെ, ചില ആളുകൾക്കൊക്കെ അതിന് വലിയ കഴിവുണ്ട്,
എനിക്ക് ആ കഴിവൊന്നുമില്ല. ഈ കഴിവുള്ള ആൾക്കാരും എനിക്ക് ആ ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി സ്വാധീനപ്പെടുത്താൻ എന്തോ ഒരു കഴിവാണെന്ന് അറിയാമോ? അവിടെ കോൺവെർസേഷൻ കേട്ട് നോക്കണം എന്തെല്ലാം കഴിവാണുള്ളത്. അപ്പോൾ സുവിശേഷം പറയുവാൻ നൈസർഗികമായിട്ടുള്ള കഴിവൊന്നുമില്ല. ഇത് നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ പോകുമ്പോൾ അതിന് നിങ്ങളെ എക്വിപ്പ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി തരും. ആ ശക്തി കൊണ്ട് മാത്രമേ പോകാവൂ, നൈസർഗികമായ കഴിവുകൊണ്ടല്ല പോകുന്നത്. നാലാമത്, സുവിശേഷം പറയുന്നത് ഞങ്ങള് പണ്ട് പരാജയപ്പെട്ടു. ഒരു പ്രാവശ്യം ഞങ്ങൾ ചില ആൾക്കാർ സുവിശേഷം പറഞ്ഞാൽ അത് പരാജയപ്പെട്ടു, ഇനി ഞാൻ ശ്രമിക്കത്തില്ല. സാർ നമ്മൾ സ്കൂളിൽ പോകാൻ സന്ദർഭത്തിൽ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റുപോയെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചതാണ്, ഇനി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് പോകും. ഇല്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഈ എക്സ്ക്യൂസ് വാലിഡ് അല്ലല്ലോ. അപ്പൊ സുവിശേഷം പറയുന്നതിൽ ഞാൻ പണ്ട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനിയും ശ്രമിക്കത്തില്ല എന്നുള്ളതല്ല, ഇനിയും ഞാൻ പോകും. ഒരു പക്ഷേ നേരത്തെ ഞാൻ സുവിശേഷം പറയാൻ പോയതായ സന്ദർഭത്തിൽ അത് ദൈവത്തിന്റെ സമയം ആയിരിക്കാം ആ സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ ആയിരിക്കും, വേറൊരാളെ ആയിരിക്കും അയക്കാൻ പോകുന്നത്. ഓക്കെ, എത്രയും നാൾ നിങ്ങൾ ക്രിസ്ത്യാനി ആയിരുന്നോ അതായിരിക്കും സുവിശേഷം പറയുന്നത് നിങ്ങൾ കഴിവ് നൽകുന്നത്. അതാ വേറെ എക്സ്ക്യൂസ്. ഞാൻ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാളൊന്നും ആയില്ല, ഞാൻ ഇപ്പോഴും അങ്ങോട്ട് വന്നേ ഉള്ളൂ, എനിക്ക് ഒക്കത്തില്ല. ശമര്യക്കാരത്തെ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന വേളയിൽ അവൾക്ക് എത്ര നാളത്തെ ബൈബിൾ സ്കൂൾ ട്രെയിനിങ് ഉള്ളായിരുന്നു. അവൾ മശിഹായെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവളൊരു വലിയ സുവിശേഷയായി തീർന്നു. അവൾ നാട്ടിൽ ചെന്നിട്ട് സ്വന്തം പട്ടണത്തിലുള്ള സകല ആൾക്കാരെ വിളിച്ച് യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന അവളുള്ളതാണ്. അപ്പൊ ഇതിനുവേണ്ടി വലിയ ബൈബിൾ സ്കൂൾ ട്രെയിനിങ്ങും ഒന്നും ആവശ്യമില്ല. ബൈബിൾ സ്കൂൾ ട്രെയിനിങ് മോശമാണെന്നല്ല പറഞ്ഞേക്കുന്നത്. നമ്മള് ക്രിസ്ത്യാനികളായി ഈ എബ്രാഹിം 6 അധ്യായം പറഞ്ഞ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കും, നിങ്ങൾക്ക് പദത്തിന്റെ ബാലപാഠം വീണ്ടും പറഞ്ഞേണ്ടിയിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരു പരാതി പറയുന്നുണ്ട്. നമ്മള് 18-20 വർഷങ്ങളായ കർത്താവിനെ രക്ഷാവായി ഞങ്ങള് കർത്താവിലേക്ക് വന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള പാസ്പോർട്ട് എടുത്തിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആള് എത്ര പേരുടെ സുവിശേഷം പറഞ്ഞു, എത്ര പേരെ കർത്താവിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി 0 എന്നുള്ളതായിരിക്കും. ഓക്കെ, ദി ഓൾഡർ എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. ഇത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തില് ഈ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞ ഭാഗം വായിച്ചു വരുന്നത് ഞാൻ അത് കണ്ടിക്കുമായിരുന്നു. കാരണം വേദവസം പഠിച്ചു കഴിഞ്ഞ ശേഷം എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 40 വർഷക്കാലം ഇസ്രായേൽ മക്കള് അവർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് യാതൊന്നും പഠിച്ചില്ല. അവിടെ മറുതലിക്കുന്ന സ്വഭാവമാണ്, എക്സ്പീരിയൻസ് അല്ല. ഇപ്പൊ നമ്മൾ ക്രിസ്തീയ സുവിശേഷീകരണത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവവചനത്തെ കുറിച്ചുള്ളതായ ധൈര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും, അതാണ് സുവിശേഷീകരണത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. 6ാമത്തെ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയിൽ മാത്രം ശ്രദ്ധ ജീവിച്ചാൽ സുവിശേഷം അറിയിക്കാനുള്ള കഴിവ് താനെ ഉണ്ടാക്കും. അത് താനെ ഉണ്ടാകത്തൊന്നുമില്ല. നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മെച്യൂരിറ്റി ആണ്. ക്രിസ്ത്യൻ മെച്യൂരിറ്റി ആണെങ്കിൽ എന്താ സാധിക്കുന്നത്? ക്രിസ്ത്യൻ മെച്യൂരിറ്റി വേണ്ടെന്നല്ല പറയുന്നത്, ക്രിസ്ത്യൻ മെച്യൂരിറ്റി വളരെ അത്യാവശ്യമാണ്. മെച്യൂർ ആകുന്നതോടൊപ്പം തന്നെ നമ്മൾ മെച്യൂർ ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അതിന്റെ അനന്തരഫലം. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റി പ്രാപിക്കുക മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാൻ ഇടയാകണം. 7ാമത്തെ സംഗതി, സുവിശേഷീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളത്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം. സുവിശേഷീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വന്നു, യേശു നിങ്ങൾക്കായിട്ട് മരിച്ചു, യേശു നിങ്ങളുടെ രക്ഷകനായി തീരുവാൻ തക്കണം ആഗ്രഹിക്കുന്നതായിട്ട് പറയുക. മറ്റുള്ള കാര്യം ആ സമയത്ത് സാധിച്ചില്ലെങ്കിൽ തന്നെയും നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യം ചെന്ന് വിളംബരം ചെയ്യുക അല്ലെങ്കിൽ പറയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മറ്റത് അതിന്റെ പരിണിത ഫലമായിരിക്കണം, അനന്തരഫലമായിരിക്കണം. കേൾവിക്കാരൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക മാത്രമല്ല, അയാൾ തുടർന്നും യേശുവിന്റെ ശിഷ്യനായി ജീവിക്കുവാനുള്ള പ്രേരണ കൊടുക്കുന്നതും സുവിശേഷീകരണത്തിന്റെ ഘടകങ്ങളാണ്. അപ്പം ഒരു വ്യക്തി കർത്താവിലേക്ക് വരിക മാത്രമല്ല, തുടർന്ന് അവർ സ്നാനപ്പെട്ട് അവര് സഭയിൽ കടന്നു വന്ന് ആരാധിച്ച് അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിന് പ്രേരണയുള്ള ആളുകളായിത്തീരണം എന്നുള്ളതായിരിക്കണം നമ്മുടെ താല്പര്യം.
എട്ടാമത്, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളൂ. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞ അവർക്കാർക്കും വലിയ താല്പര്യമില്ല. അതേ ഒരു താല്പര്യം വെച്ച് നോക്കാൻ ഈ ലൈബ്രറീസുകാരൊക്കെ എന്നെ അടച്ചുപൂട്ടിയാണ്. സുവിശേഷം കേൾക്കുവാൻ തക്കണം ആളുകൾക്ക് താല്പര്യമുണ്ട്. ഏത് നിലയിലാണ് നാം പോയി പറയുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിരിക്കും. 9, സുവിശേഷം അറിയിച്ചാൽ നിങ്ങളുടെ മിത്രങ്ങളെ അകറ്റി അവരുമായിട്ട് ശത്രു കൊളുത്തേണ്ടി വരുന്നത്. നമ്മൾ ആൾക്കാർക്ക് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം അകന്നു പോകും, അവരെല്ലാം ശത്രുക്കളായി തീരും. ഞാന് വിവാഹം കഴിച്ചത് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്. ബോംബെയിലായിരുന്ന സന്ദർഭത്തിൽ സ്വന്തം മൂത്ത സഹോദരന് യാക്കോബായിലെ അച്ഛനായിരുന്നിട്ടും അവിടെ വെച്ച് ഖാനോച്ചന്റെ പ്രസംഗം കേട്ട് താൻ മാനസാന്തരപ്പെട്ടു. അവിടെ വെച്ച് താന് സ്നാനപ്പെട്ടു. ഇവിടെ അമേരിക്ക വന്ന് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ള തീരുമാനപ്പെട്ടു. ഞാനും ദൈവസന്നിധി പ്രാർത്ഥിച്ചു, വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ച ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന്. ദൈവം അത് എൻ്റെ ആഗ്രഹവും പുള്ളിക്കാരത്തിന്റെ ആഗ്രഹവും മനസ്സിലാക്കി അതിനുള്ള മുഖാന്തരം ഒഴുകി. ഞാൻ അവിടെ വീട്ടിൽ പോകുന്ന സന്ദർഭത്തിലെല്ലാം അവരുമായിട്ട് അവരുടെ പ്രാർത്ഥനയിൽ ഞാൻ കൂടാറില്ല. എന്താ എന്നെ വിളിക്കുന്ന ജോർജ് കുട്ടി എന്താ പ്രാർത്ഥനയ്ക്ക് കൂടെ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് എല്ലാം ഒന്നും എനിക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. അതെന്താ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വ്യത്യാസം? അവിടെ സ്ഥലത്ത് പെന്തക്കോസ്തുകാരൊന്നും ഇല്ലാത്ത സ്ഥലം യാക്കോബക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ വേദസത്യത്തിൽ ഞാൻ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ എനിക്ക് സുവിശേഷം പറയാനുള്ളതായ ഒരു ചാൻസ് ആയി. ഞാൻ അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ വചനം പറയും. അനേകർ കർത്താവിലേക്ക് വരുവാൻ തകടിയായിട്ടുണ്ട്. അനേകർ. പല ആൾക്കാർ ഇപ്പോഴും തുടർന്ന് പെന്തക്കോസ്ത് ആരാധനയിൽ നിൽക്കുന്നവരോട് ചില ആൾക്കാർ സുവിശേഷ വേലയിലും മറ്റും കയറിയുള്ള ചില ആളുകളുമുണ്ട്. അപ്പൊ നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് താല്പര്യം കുറവാണെന്നുള്ളതല്ല, ഏത് നിലയിൽ നമ്മൾ സുവിശേഷം പറയുന്നു എന്നുള്ളതാണ്. 10ാമത്തെ വാക്യത്തിൽ അവസാനമായിട്ട്, ഫലവത്തായ യേശുവിന്റെ ഒരു സാക്ഷിയാകുന്നതിന് മുമ്പ് സുവിശേഷം അറിയിക്കുന്ന എല്ലാ കർമ്മങ്ങളും മനഃപ്പാഠമാക്കിയിരിക്കണം. ഇതൊന്നും മനഃപ്പാഠമാക്കേണ്ട, മനഃപ്പാഠമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിന്റെ വചനത്തോട് ഉള്ളതായ അറിവിൽ ഇത് ഷെയർ ചെയ്യുന്നുള്ളതാണ്. ഈ തെറ്റിദ്ധാരണകളെല്ലാം സുവിശേഷീകരണത്തിന്റെ വിലങ്ങുതടിയായിത്തീരും. ഈ വിലങ്ങുതടി വെച്ചുകൊണ്ട് നമ്മൾ സുവിശേഷം നടത്താനുള്ളതല്ല. ഓക്കെ, 12 കാര്യങ്ങൾ എല്ലാം പറയാനുള്ളതായ സമയമില്ല. ഇത് ഇന്ന് പൂർത്തീകരിക്കാത്തത് അടുത്ത ആഴ്ച ഞാൻ തുടർന്നതായിരിക്കും. ചില 12 കാരണങ്ങൾ. ഒന്നാമത്തെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതാണ്, സുവിശേഷീകരണത്തിനുള്ള പ്രാധാന്യം. 12 കാരണങ്ങൾ. 1, യേശു കൽപ്പിച്ചതാണ്. മർക്കോസ് 16:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ. അതൊരു കൽപ്പനയാണ്. ഓക്കെ, ഈ ഭാഗം കഴിഞ്ഞ ആഴ്ച എൻ്റെ ആരോ ചോദിച്ചു ഇതിന്റെ റെഫറൻസ് ഏതൊക്കെയാണെന്ന്. ഇത് റെഫറൻസ് നിങ്ങൾ കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. 5 സ്ഥലങ്ങളിൽ 5 വിവിധ സാഹചര്യങ്ങളിൽ യേശു പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഈ റെഫറൻസ് നിങ്ങൾ കുറിച്ചു വെക്കണം. 1, മത്തായി 28:18 മുതൽ 20 വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. എല്ലാം ഇപ്പോഴെടുക്കുന്നില്ല. 3, യോഹന്നാൻ സുവിശേഷത്തിൽ റെഫറൻസ് എന്താണെന്നാണ് കഴിഞ്ഞ ആഴ്ച എന്നെ ആരോ ചോദിച്ചത്. യോഹന്നാൻ 20:21-22 വാക്യങ്ങൾ. 4, അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായ വേദഭാഗ്യമാണ്. 1:8, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ എന്റെ സാക്ഷികളാകും. ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്റെ വിറ്റ്നസ്, ബി മൈ വിറ്റ്നസസ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ അത് കുറിച്ച് വെക്കുന്നത് നന്നായിരിക്കും. 2, അപ്പോസ്തലന്മാരും അത് കൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് വചനം പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക എന്ന് പാസ്റ്റേഴ്സ് ചെയ്യുന്ന പ്രസംഗമല്ല, മാത്രമല്ല നമ്മൾ ചെല്ലുന്ന ഒരു പരിധി വരെ പ്രസംഗം കൂടെയാണ്. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എന്താ പറയാനാ? വചനം പ്രസംഗിക്കുവാൻ ഒരുങ്ങി നിൽക്കണം. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാൻ, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സുവിശേഷം പറയുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ 2 തിമോഥെയോസ് 4:2 2-ാമത്തെ വാക്യം, പിന്നെ 5-ാമത്തെ വാക്യം, നീയോ സകലത്തിലും
നിർമ്മതൻ അല്ലെങ്കിൽ ജാഗരൂഢനായിരിക്കുക, കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന കാര്യം പറഞ്ഞു, അല്ലാതെ കഷ്ടം സഹിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയട്ടെ. നിങ്ങള് സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ പത്രോസ് എന്നിത്യാദി കർത്താവിന്റെ ദാസന്മാര്, അപ്പോസ്തലന്മാര് അനുശാസിച്ചതായ ഭാഗമാണ് സുവിശേഷീകരിക്കണം എന്നുള്ളത്. സുവിശേഷീകരണ മുഖാന്തരം അനേകരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകും. നേരത്തെ ഇതൊന്ന് പറഞ്ഞുള്ളതായ ഭാഗമാണ്. ഓക്കെ, എഫേസ് ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തില് 6-7 വാക്യങ്ങൾ വായിക്കാം. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. അപ്പം ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് അനുസരണം കെട്ടവരായിരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുൾ ആയിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. അത് വലിയ രൂപാന്തരമാണ്. നേരത്തെ നിങ്ങൾ ഇരുളായിരുന്നു, നേരത്തെ നിങ്ങൾ അനുസരണം കെട്ടവരായിരുന്നു. പലപ്പോഴും ഞാൻ ആളുകളോട് പറയാറുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ വീട്ടിൽ ചെന്ന് കർത്താവേ നിന്റെ ഈ മകനെ അനുഗ്രഹിക്കണമേ. അവർ രക്ഷിക്കപ്പെടാതെ കർത്താവിന്റെ മകനോ അല്ലെങ്കിൽ മകളോ ആകുന്നേ. ഞാൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ കർത്താവെ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ പറയാറുള്ളൂ. അവർ രക്ഷിക്കപ്പെടാത്ത ആളുകളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, വചനം പഠിപ്പിക്കുന്നുമില്ല, പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച്. അപ്പൊ നമ്മള് ആളുകളെ സമീപിക്കുന്ന വേളയിൽ നാം പറയുന്ന കാര്യങ്ങളിൽ വളരെ സസൂക്ഷ്മം നമ്മുടെ വാക്കുകൾ ചൂസ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഓക്കെ, എഫേസ് 2:1-8 വരെയുള്ള വാക്യങ്ങൾ അത് നിങ്ങൾ തന്നെത്താൻ വായിച്ചെടുത്ത എഫേസ് 2:1-8 വരെയുള്ള വാക്യങ്ങൾ, തീത്തോസിന്റെ പുസ്തകം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-6 വരെയുള്ള വാക്യങ്ങൾ, അതും റെഫറൻസ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ഈ സെഷൻ അവസാനിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. ഇവാഞ്ചലിസം ഈസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് ആൻഡ് ഫോർ ഗോഡ്. സുവിശേഷീകരണത്തിൽ നാം കർത്താവിന് വേണ്ടി കർത്താവിനോടുകൂടെ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-2 വരെ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള മെയിൻ അപ്പോസ്തലന്മാരല്ല, 70 പേരെയും കൂടെ കർത്താവ് നിയമിച്ചു. ഓക്കെ, അവർ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലും സ്ഥലങ്ങളിലും അവരെ തനിക്ക് മുമ്പായി 2 അയച്ചു. യേശു പോകുന്നതിന് പകരമായിട്ടാണ് ഈ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ കർത്താവ് അയച്ചത്. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരെ ചുരുക്കമായാൽ കൊയ്ത്തിന് യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. അപ്പോൾ നമ്മൾ ഈ സുവിശേഷീകരണം ചെയ്യുന്നത് കർത്താവിനോട് കൂടെ, കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നതാണ്. ഈ ദൈവവചനം കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സുവിശേഷീകരണത്തിനായി ഒരുക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. അടുത്ത ക്ലാസ്സിന് മുമ്പായി ചില ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ, ചിലരോട് സുവിശേഷം പറയുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു സമർപ്പണത്തോടെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു ക്ലാസ്സിനേക്കാൾ അധികം ഇന്നിട്ട് നമ്മൾ കേട്ടതായ വചനം ചില ജീവിതങ്ങളെ നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പറയുന്നു, പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം വൻലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം വൻലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനതാ നിന്നിമ്പസ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും,
അരുമനഥാ നിന്നിമ്പസ്വരം മുഴങ്ങുന്ന കാതുകളിൽ. ഇന്ന് രാത്രി ആരെ ഞാൻ അയക്കേണ്ടു, ആർ ഇനി പോയിടും എന്നുള്ള ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. ഇന്ന് നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ചില ജീവിതങ്ങളെ നേടുവാൻ എന്നെ അയക്കണമേ എന്നുള്ളൊരു സമർപ്പണത്തോടെ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് സമർപ്പിച്ചാട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൈവദാസനെ ദൈവം സഹായിക്കാനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ UP യിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സക്കറിയ മാത്യു പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. മഹാദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പഠിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ഭൃത്യനെ ദൈവമേ കർത്താവ് അധികാരപ്പെടുന്നതിനായി സ്തോത്രം, ആത്മാവിൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പഠിച്ച വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പഠിക്കാൻ ഞങ്ങൾക്ക് പിന്നെയും ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നിടണേ, ഓർമ്മശക്തി നൽകണമേ, കർത്താവിന്റെ വചനത്തിന്റെ ജ്ഞാനം നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നവർ സാറിനെ അനുഗ്രഹിക്കണേ, എല്ലാ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണേ, അങ്ങയുടെ പുണ്യകരത്തിലേക്ക് താഴ്ത്തുന്നു, കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വന്ന് വേദഭാഗം പഠിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസിനെ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചതിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് പഠിച്ച വചനങ്ങൾ ഏറ്റവും അനുഗ്രഹമായ തീരും പ്രാക്ടിക്സായി അത് പ്രാക്ടിക്കലായി അത് ചെയ്യുവാൻ കർത്താവ് നമ്മുടെ ബലപ്പെടുത്തത്തെ അഭിഷേകം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രികാലം ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഇന്ന് വചനം പഠിച്ച എല്ലാ മക്കളോടുകൂടെയും പലരും പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടുകൂടെയും ഇന്നു വരെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ അങ്ങ് വരണമേ. God bless you. Have a blessed night. Thank you.